എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ബസൂഖ. മമ്മൂക്ക അഭിനയിക്കുന്ന ബസൂഖ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റിയാക്ഷൻ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു. ഒരു തവണയല്ല 2 തവണ ഒരൊറ്റ വീഡിയോയിൽ തന്നെ റിയാക്ഷൻ ചെയ്ത് പണി മേടിച്ച 2 വ്യക്തികളാണ് ഇരിക്കുന്നത്. 2 തവണ 2 കോപ്പറേറ്റ് അടിച്ചങ്ങ് തന്നു. എന്ത് കൂടുതലൊന്നും പറയാനില്ല, സങ്കടമൊന്നുമില്ല. എന്താണെങ്കിലും ടീസർ ഒരു രക്ഷയില്ലായിരുന്നു. കിടില സാധനമായിരുന്നു. അതിന്റെ ആ റങ്ക് കൊണ്ടാണ്, റങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കൂലേ, റങ്കും കൊണ്ടാണ് രണ്ടാമത് ഒന്നുകൂടി അത് റിയാക്ഷൻ ചെയ്തത്. ആ വീഡിയോയിൽ തന്നെ എന്റെ പൊന്നു. പക്ഷേ അതാ പറഞ്ഞത്, ഇതൊക്കെ ഗംഭീരമാണെങ്കിലും ആഘോഷിക്കപ്പെട്ടെങ്കിലും പക്ഷെ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടറിവ് വെച്ചിട്ട് അതാണ് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതായത് ഇവിടെ കറണ്ട് പോയി, അപ്പൊ അപ്പുറത്ത് പോയിട്ടുണ്ടാവോ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അത്. നമുക്ക് മാത്രം കിട്ടുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു കുത്തലായിരിക്കും, എന്താണോ അവന് രോഞ്ഞ എന്നുള്ളൊരു സാധനം. ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിളിച്ചു ചോദിച്ചു കോപ്പിറൈറ്റ് കിട്ടിയത്, കോപ്പിറൈറ്റ് കിട്ടി, ഇത് ഇപ്പൊ കിട്ടിയോളൂ. അയ്യോ സമാധാനമായി, ചെറിയ പകുതി ആശ്വാസം. എന്തായാലും ഇനി ഈ വീഡിയോ പുറത്തു വിടുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം കിട്ടും. നമുക്ക് ടീച്ചറിനെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇതിന്റെ ടീച്ചർ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഓർത്തു വെച്ചിട്ടില്ല, നോക്കിയിട്ട് പറയാതെ. എന്റെ ഫോട്ടോ തന്നെ എടുത്ത് ഞാൻ പേടിച്ചോട്ടോ. ഓക്കെ, കണ്ടന്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന്റെ ഒരു ടീസർ പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു, ഔട്ട് നോ എന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്റർ കാണാണ്ട് ഞാനും പ്രതീക്ഷിച്ചത് എന്താണ് പറയാൻ. ആ ഒരു പോസ്റ്റർ ഇവര് ടീസർ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ മമ്മൂട്ടിയുടെ പേജിൽ ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ ഒരു രക്ഷയില്ലാത്തൊരു പോസ്റ്റർ, സൂപ്പർ എന്ന് പറഞ്ഞല്ലോ, സൂപ്പർ. ഈ സാധനം നേരത്തെ വരികയായിരുന്നെങ്കിൽ ഞങ്ങൾ ടീസർ റിയാക്ഷൻ ചെയ്യൂലായിരുന്നു, ഇത് റിയാക്ഷൻ ചെയ്തിട്ടിട്ട് പോയാല്. അങ്ങനെയാണെങ്കിൽ കോപ്പിറൈറ്റ് വരൂലായിരുന്നു. അതായത് തങ്കല സിനിമയുടെ 5 മിനിറ്റ് മിസ്സായി, നഷ്ടപ്പെട്ടു മച്ചാന്. സത്യം കേട്ടോ. കാരണം എന്താ, ബസൂഖയുടെ ടീസർ വരാനല്ല, നമുക്ക് റിയാക്ഷൻ ചെയ്ത് ഇടാനുള്ളൊരു സമയം കുറച്ച് ആവശ്യം വേണ്ടി വന്നു. എന്തായാലും ഇതാണ് പോസ്റ്റർ, ഗംഭീരമായിട്ടുള്ള പോസ്റ്ററാണ്. ബാക്കിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് പലതരം ഗൺസുകളുണ്ട്. പിന്നെ ആളുടെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ട്. പിന്നെ ആളുടെ കോസ്റ്റ്യൂം, അതായത് ഇതിന്റെ ടീസർ അനൗൺസ്മെന്റിന്റെ പോസ്റ്റർ ആയിരുന്നു. അത് മുഖം വ്യക്തമായിട്ട് കാണാതെ ഇവിടെ മാത്രം കാണിച്ച ഒരു പോസ്റ്റർ. അത് നന്നായി, ഇപ്പൊ കാണിച്ചത് നന്നായി. ഇതെന്താ സാധനം, മുഖം ഇത് ചെയ്ത് സൂം ചെയ്ത് നോക്ക്. ഇതിപ്പോ എന്ത് പറഞ്ഞാലും ക്ലീഷ പോലെ എന്നാണ്. അതായത് എന്തൊരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗാവും. ഇനി അല്ലേ, അതൊരു സത്യം മമ്മൂട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ എന്താ കോസ്റ്റ്യൂം അല്ലേ, അപ്പോഴും പറയും നിങ്ങൾ കഴിഞ്ഞാലും പറഞ്ഞ ക്ലീഷ ഡയലോഗ് അടയ്ക്കുന്നു. ഇനി സ്റ്റൈലിഷ് ആയിട്ട് വന്നാൽ അപ്പോഴും പറയും എന്ത് ക്ലീശയാണത്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ അതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ബ്രഹ്മയുഗം പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിൽ, അതായത് വെറൈറ്റി, അത് എക്സ്പെരിമെന്റൽ ആണല്ലോ എന്ന് പറഞ്ഞാൽ അതും ക്ലീശയായി. എന്ത് പറഞ്ഞാലും ക്ലീശയാവും. ഇങ്ങനെ എല്ലാത്തിനും ക്ലീശ ഉണ്ടാക്കാനും ഒരാൾക്കേ പറ്റുള്ളൂ. മെഗാസ്റ്റാർ മമ്മൂട്ടി, അതത്രേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോഴും അത് ക്ലേശയാവും. എന്തായാലും മെഗാസ്റ്റാർ ടൈറ്റില് മെഗാസ്റ്റാർ പറഞ്ഞപ്പോ അതൊരു സാധനം കിട്ടിയില്ലേ, ഓർത്തെടുത്തു. മെഗാസ്റ്റാർ ടൈറ്റില് കുറെ കാലങ്ങൾക്ക് ശേഷം എഴുതി കാണിച്ച ഒരു ടീസറാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. അതായത് മമ്മൂക്ക ഈ പോസ്റ്റർ ഇട്ടപ്പോൾ അതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉണ്ടാവില്ല, വെറും മമ്മൂട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാതെ വേറെ ആരും ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മെഗാസ്റ്റാർ മമ്മൂട്ടി ഉണ്ടാവും. അതാണ് മമ്മൂട്ടിയുടെ ക്വാളിറ്റി അല്ലേ. എന്തായാലും ഇനി പറയാൻ വന്നൊരു കാര്യം, ഇതിലേ മെഗാസ്റ്റാർ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുൻപുള്ളൊരു ഷോട്ടില്ലേ, വണ്ടിയെന്ന് വന്നിട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള നടന്നു വരുന്നത്, ശരിക്കും അത് വളരെ മോശമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഇതിൽ കാണിച്ചതല്ല. അതായത് ഇങ്ങനൊരു പിക്ചർ, അതായത് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് കാണിക്കാം. അവിടെ ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഈ വാളില് അതായത് സ്റ്റോൺ വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ശരിക്ക് മമ്മൂട്ടിക്ക് മാത്രം പോകുന്നുണ്ടോ? എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയായിരുന്നു. അത് മമ്മൂട്ടിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ്. ശരിക്കും ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഒരാൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട
ലൊക്കേഷനിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെ ആവരുത്. അതൊരു ആ ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ ഒരു ഇതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് വോളായിരുന്നെങ്കിൽ അവിടെ നമുക്ക് വന്ന് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങിയാൽ നടക്കുന്നതിന് വേറൊരു വൈബ് കിട്ടിയാണ്. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ഷോട്ട് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് മാത്രം പ്രാധാന്യം കിട്ടേണ്ട അടുത്ത് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടിൽ പല കളറുകളുണ്ട്, ഒരു കളറല്ല. പിന്നെ അത് ഭയങ്കരമായിട്ട് അത്രത്തോളം ബ്ലർ ചെയ്ത് പോയിട്ടുമില്ല. അത് ഇനിയിപ്പോൾ എത്രയൊക്കെ മമ്മൂക്കാനെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അറിയാണ്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കിപ്പോവും. അത് ആ ഒരു കളറിങ്ങിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കാം. കാരണം വണ്ടീൻ്റെ കളറും അത് തന്നെയാണ്. ആ ഒരു ബ്ലൂ കൂടിയിട്ടുള്ളൊരു കളറാണ് കാറിൻ്റെ കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അതാണ്. പക്ഷേ ഇപ്പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. അതായത് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനാണ് കേട്ടോ നടന്നു വരുന്നത്. ഒരു ഒന്നൊന്നര ലുക്കുമാണ് അതില്. അല്ലേ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറിയിരുന്നെങ്കിൽ അതിനേക്കാൾ ഇമ്പാക്ട് അടിപൊളി ആയേനെ. അതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് കണക്ട് ആയി. ലാസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, അത് ഗംഭീര സാധനം കേട്ടോ. നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബൈ എന്ന് പറയുന്ന സാധനം. അത് ആളിലേക്കും കൂടി കണക്ട് ചെയ്തിട്ട് പറഞ്ഞ ആള് അത് ആ ഡയലോഗിൽ അറിയാം. ആ സമയത്ത് ഫുള്ളായിട്ട് ഫോക്കസ്, അതായത് നമുക്ക് മമ്മൂക്കയിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ ലൊക്കേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ശരിയായില്ല എന്നുള്ളത് പറയാൻ കാരണം അതാണ്. ഓക്കെ, എന്താണെങ്കിലും ആ ഒരു ഡയലോഗ് ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഭയങ്കരമായിട്ട് അതിങ്ങനെ വൈറലായത്. കാരണം ആള് ചെയ്യാത്ത റോളുകളൊന്നും ഇല്ല. അതൊരു സത്യമാണ്. എന്ത് പറഞ്ഞാലും ക്ലീഷയാണ്. പക്ഷേ സംതിങ് പേഴ്സണൽ, തീർച്ചയായിട്ടും ആ ഡയലോഗ് പേഴ്സണൽ ഡയലോഗ് തന്നെയാണ് അത്. അതിനകത്തൊന്നും ഒരു പിന്നെ ഇത് പണിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ 2-8-16 പണി എന്നറിയില്ലേ, അത് മേ ബി ഇതിന്റെ റിലീസിന് ശേഷം, അതായത് ബോക്സ് ഓഫീസിനുള്ള ഒരു പണിയായിരിക്കും ഉദ്ദേശിച്ചത്. അത് 8ന്റെ പണി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ 16ന്റെ പണി വരുന്നുണ്ടെന്ന്. അത് ബോക്സ് ഓഫീസ് സംഭവം. ഇതിനകത്ത് വേറെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവമാണ്. അതായത് ഇതുവരെ ബസൂക്ക കുറെ നാളായി ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഇതിന്റെ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ടീസർ ഇന്നലെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിന് കിട്ടിയിരിക്കുന്ന ഒരു ഹൈപ്പുണ്ട്, അത് ഭീകരമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്രത്തോളം സംഭവമായിട്ട് ഇത് ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അത് കാരണം ഒന്നാമത് ഇന്നലത്തെ ദിവസം തന്നെ അങ്ങനത്തെ ഒരു ദിവസമാണ്. കാരണം എല്ലാവർക്കും തിരക്കുകളും കാര്യങ്ങളും അതിൻ്റെതായ പരിപാടികൾ. പിന്നെ സിനിമേന്റെ മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സിനിമ റിലീസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എത്ര എണ്ണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാവുന്നുണ്ട്. അതായത് ഇത്രയും സിനിമകള് മറ്റുള്ളവരൊക്കെ തിരക്കില്, അപ്പൊ ആ തിരക്കിനെയൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു വിജയം ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. അത് തന്നെയല്ലേ ആ ഉത്തരം തന്നെ പറഞ്ഞത്. അതിനുള്ള ഉത്തരം പറഞ്ഞത് അത്രത്തോളം എത്തിയിട്ടില്ല. സാധാരണ എത്താറുണ്ട്. ഒരു ഫസ്റ്റ് ലുക്കിൽ പോലും, അതായത് മറ്റുള്ള എന്ത് റിലീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് അപ്ഡേറ്റ്സ് വന്നാലും അതിനെയൊക്കെ താഴേക്കാകും മമ്മൂക്കയുടെ ചില അപ്ഡേറ്റ്സ്. സത്യം. അപ്പൊ ആ ഒരു ഇമ്പാക്ട് ഇതിന്റെ ടീസറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലായത്. ശരിക്കും ഇന്നലെ അല്ലായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ, ഇന്നലെ അല്ലായിരുന്നു അത് കൊടുക്കേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇന്നലെ അത് ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അതിൻ്റെതായ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നത് തന്നെയാണ്. അതൊരു മെയിൻ പ്രശ്നം. ആ ഒരു ടൈമിൽ തന്നെയാണ് കൊണ്ടുവച്ചത് 10 മണിക്ക്. അപ്പോഴും ഞാൻ അതന്നെ പറയുന്നത്, വൈകുന്നേരത്തേക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാട്ടിലും നല്ല റീച്ചിലെത്തിയാണ് സാധനം. അത് തന്നെ എനിക്ക് അപ്പോഴും പറയാനുള്ളത്. അതായത് അങ്ങനെ തിരക്കുള്ള സമയമായാലും ഏത് സമയത്തായാലും ഒരിക്കലും നടക്കൂല, മറികടക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഞാൻ പറയാം, ടർബോന്റെ വന്നു ഒരു ഫ്രീ ഡേ, അല്ലാണ്ട് വലിയ സെലിബ്രേഷൻ ഉള്ള ടൈമിലൊന്നും അല്ല വന്നേക്കുന്നത്. ആ സമയത്ത് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അത് എത്താതെ വരുന്നത് ഇങ്ങനത്തെ ഇപ്പൊ എന്തെങ്കിലും ഒരു തിരക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അത് കാണാൻ നിൽക്കൂല. വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പോവുള്ളൂ, പിന്നീട് കാണുള്ളൂ. നമ്മളിപ്പോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണുന്നു. അതാണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെയുള്ള സമയം ഞാൻ പറയുന്നത് 2 സെയിമാണ്. അതായത് ഇതിനൊക്കെ മറികടന്ന്, അതായത് ഇത് തന്നെ നോക്കണം, ഇത് തന്നെ ആഘോഷിക്കപ്പെടണം എന്നുള്ള ലെവലിലേക്ക് ബസൂക്കയുടെ ടീസർ എത്തിയിട്ടില്ല. അത് തന്നെയാ പറഞ്ഞത്. അത് എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസം ആയിരിക്കണമായിരുന്നു എന്നാ പറഞ്ഞത്. അതാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അത് അല്ലാണ്ട് വേറൊന്നും അല്ല പറഞ്ഞത്. ഇപ്പൊ ഇതിപ്പോ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇതിപ്പോ ഇന്നലെ തന്നെ ആണെങ്കിലും ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ ഈ സംഭവം കൊടുക്കുന്നെങ്കിൽ കുറച്ചും കൂടി ഈ സാധനത്തിന് റീച്ച് കൂടിയാണ്. മനസ്സിലായി. ആ ഒരു സംഭവം കറക്റ്റ് ആയിട്ടുള്ള സാധനം എന്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. എന്റെ വ്യൂ പോയിന്റ് മാറ്റമുണ്ട്. അത് ഞാൻ അതിന് മുൻപ് പറഞ്ഞത് തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാന്നുള്ളത് ഇവർക്ക് എങ്ങനെ മനസ്സിലായേക്കുന്നല്ലേ എനിക്കറിയില്ല.
നീ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് എത്ര എന്ത് സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കേന്റെ ഒരു സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇതിനേക്കാട്ടിൽ റീച്ച് ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, വന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് മറ്റുള്ളതിനെയൊക്കെ നിഷ്പ്രഭമാക്കി മുകളിൽ കയറി നിൽക്കും. ചർച്ച അത് മാത്രമാവും. അങ്ങനെ ഒരു സാധനം ബസൂക്കൊക്കെ വന്നിട്ടില്ല എന്നുള്ളത് വന്നിട്ടില്ല. എന്തായാലും പിന്നെ മറ്റൊന്ന്, ഇതിൽ കാമിയോസ് ഉണ്ടോ, ദുൽഖറാണോ ആ നടന്നു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഏത് ആ കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക്. അതെ, സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആ കാല് മാത്രം കാണിക്കുന്ന ഒരു സംഭവം, പിന്നെ ആ ജാക്കറ്റ് ഇട്ട് കയറി വരുന്നത്. അതെ, അത് നമ്മൾ റിയാക്ഷൻ ചെയ്ത സമയത്ത് അത് അതിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അത് മമ്മൂക്ക അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇനി മമ്മൂക്കയുടെ ഒരു കഴിവ് വെച്ചിട്ടേ നമുക്കത് തിരിച്ചും ചിന്തിക്കാട്ടോ, മമ്മൂക്ക തന്നെ ആണോന്നില്ല. അതായത് മമ്മൂക്ക പല രീതിയിൽ നടക്കുന്ന ഒരാളാണ്, പല സ്റ്റൈലിൽ ഓരോ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആള് 2 ലുക്കിൽ അല്ലെങ്കിൽ 3 ലുക്കിലൊക്കെ വേറെ ക്യാരക്ടറുകളായിട്ട്, അതായത് ഒരാൾ തന്നെ. അപ്പോൾ ആ ലുക്ക് പിടിക്കുന്ന സമയത്ത് ആള് വേറൊരു ബോഡി ലാംഗ്വേജ് കൊടുക്കുന്നതാണെങ്കിലും പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ ഒരു ലുക്കിൽ മാത്രമല്ല ഈ സിനിമയിലുള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നതാണ്. അത് ചിലപ്പം മേ ബി മമ്മൂക്ക തന്നെ ആയേക്കാം. എന്താണ്, ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.